അപ്പൊ ഈ ഒരു അവസരത്തിൽ മാഡത്തിന് നമ്മളെടുത്ത് എന്താ സംസാരിക്കല നോക്കിയാലേ എന്തായാലും കയ്യടി കുറയ്ക്കേണ്ടെന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഇങ്ങോട്ട് നോക്കുമ്പോ നല്ല പേടിയാവുന്നുണ്ട്. ക്രൗഡൊക്കെ കാണുമ്പോ ഈ ഒരു സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ ഞാൻ അധികവും ഇവിടെ BOPക്ക് വരാറുണ്ട്. അപ്പോ എപ്പോഴും ഓരോ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് കയറുമ്പോഴും ഞാൻ വിചാരിക്കും ദൈവമേ എപ്പോഴാണ് ഞാൻ വിചാരിക്കലുണ്ട്. അത് എന്താ പറയുക ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഇങ്ങോട്ട് കയറി വരുമ്പോ എനിക്ക് ഇതിലൊക്കെ ഭയങ്കര പേടിയാവുന്നുണ്ടായിരുന്നു. എന്താണ് ഇവിടെ വന്നിട്ട് പറയാന്നുള്ളത്. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോഴും എന്താ പറയേണ്ടതെന്നുള്ള അകപ്പാടുള്ളൊരു പേടിയുണ്ട്. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു, നല്ലൊരു ടീമിലേക്ക് വരാൻ സാധിച്ചു. അതിൽ ദൈവത്തിനോട് എനിക്ക് വലിയൊരു നന്ദി പറയാനുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു നന്ദി പറയാനുള്ളത് നമ്മുടെ സ്വന്തം ചെയർമാനായിട്ടുള്ള ബോൾബി സാറിനോടാണ്. കാരണം ബോച്ചെ ടീ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടപ്പോ അത് കൊണ്ടുവന്ന് വന്നപ്പോ ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന് തന്നെ റാങ്കിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ട് പേഴ്സണലി സാറിനോട് ഭയങ്കരമായിട്ട് നന്ദിയും സ്നേഹവും ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ആദ്യം മുബീന മാഡത്തിന് താങ്ക്സ് പറയുന്നു. നല്ല രീതിയിൽ ആളിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. പേര് സ്മൃതി എന്നാണ്. വീട് വരുന്നത് നമ്മുടെ ഫിജി സ്റ്റോറിന്റെ തൊട്ടപ്പുറത്ത് കാരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് വരുന്നത്. ഫിജി കാർഡിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ആയിരുന്നു. അപ്പൊ ജോലി എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ നോക്കി. പക്ഷെ ഒന്നും എനിക്ക് റെഡി ആയിട്ടില്ല. കാര്യമായിട്ടൊന്നും നോക്കല്ലേ. അമ്മ അങ്ങനെ ഓരോന്ന് പറയും, അത് ചെയ്തോക്ക് ഇത് ചെയ്തോക്ക് എന്നൊക്കെ പറയും. അമ്മ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമേ ചെയ്യും. കാര്യമായിട്ടൊരു ജോബ് വേണമെന്ന് എനിക്ക് അപ്പൊ തോന്നിയില്ല. കാരണം അമ്മ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഒരു സീരിയസ്നെസ് തോന്നിയത് അമ്മ പോയപ്പോഴാണ്. അപ്പോഴാണ് ലൈഫ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. നമ്മൾക്ക് മനീസിനോടും നമുക്ക് ഒരു പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ അതിനുശേഷം കാര്യമായിട്ടൊന്ന് ജോബിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഒരുപാട് പ്രൈവറ്റ് കമ്പനികളിലൊക്കെ പോയി. ഇപ്പൊ പലപ്പോഴായിട്ട് എല്ലാം റിജക്റ്റ് ആയിരുന്നു. കാരണം സ്റ്റെപ്പ് കയറി പോവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പലരും റിജക്ട് ചെയ്തു. പിന്നെ ചിലര് നമ്മളിങ്ങനെ നടക്കുന്ന കണ്ടാൽ തന്നെ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. അപ്പൊ അവർ ഡെയിലി ഇങ്ങനെ നടന്നു വരണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു ഗവൺമെന്റ് ജോബ് ആകാം, അതാവുമ്പോ സേഫ് ആയാലോ വിചാരിച്ചു. അങ്ങനെ PSC ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചു. റെഗുലർ ആയിട്ട് ക്ലാസ് പോയി PSC പഠിച്ചുകൊണ്ട് തന്നെ നിന്നു. അത് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു. ഏകദേശം 42ാമത്തെ റാങ്കിലൊക്കെ ആയിരുന്നു വന്നത്. എല്ലാവരും പറഞ്ഞു ജോബ് സെറ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതും ജോബൊന്നും റെഡി ആയില്ല. പിന്നെ അതിന്റെ പിന്നാലെ കുറച്ചൊക്കെ നടന്നു. ലാസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ എല്ലാം കൂടി ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന സമയത്താണ് എന്റെ വീട്ടിൽ തൊട്ടിപ്പുറത്ത് ഒരു ഫ്രണ്ട് ആള് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഈ ചേർന്നോ നമുക്ക് രണ്ടാം കൂടെ അടിപൊളിയാക്കാന്നൊക്കെ പറഞ്ഞു. ഈ ഒരു നിമിഷത്തിൽ ഞാൻ ആളെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഓർക്കുകയാണ്, വളരെ നന്ദിയോടുകൂടി തന്നെ ഓർക്കുകയാണ്. ആളാണ് ഇനി ഈ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്, സജന മാം. ആളോട് ഞാൻ വലിയൊരു താങ്ക്സ് പറയാണ്. ആള് ഈ ഒരു കൺസെപ്റ്റിന് പരിചയപ്പെടുത്തി നല്ലൊരു ടീമിലേക്ക് എനിക്ക് വരാൻ പറ്റി എന്നുള്ളതാണ്. അതില് ഭയങ്കര സന്തോഷം അഭിമാനമുണ്ട്. ഫിജി കാർഡിൽ വന്നതിന് ശേഷം എന്താണ് എനിക്ക് വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ പലരും പറയും ഒരു എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ പറയും ഈ എന്തിനാ അത് ചെയ്യുന്നത്, അത് വേണ്ട ഇത് വേണ്ട, പല അഭിപ്രായങ്ങളും ഉണ്ടാവും. നമുക്കൊരു വ്യക്തിത്വം ഉണ്ടെന്നും നമുക്ക് എന്താ പറയാ നമുക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെന്നും അത് വെച്ച് നമ്മൾ ആരും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യമെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ചെയ്തു പോവാന്നുള്ളതും അങ്ങനെയുള്ളൊരു സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റീവ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ നെഗറ്റീവ്സിനൊക്കെ ഫസ്റ്റ് ടൈം നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ആ നെഗറ്റീവ് കേൾക്കുന്ന സമയത്ത്. ഇന്ന് പക്ഷേക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം പലരും എന്റെ വീട്ടിൽ തന്നെ എനിക്ക് വലിയ നെഗറ്റീവാണ്. അപ്പോ എന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോ പറയും ബോബി സാറ് ഒന്ന് ബോബിന്റെ അടുത്ത് പോയിട്ട് പറയണേ, ബോച്ചന്റെ അടുത്ത് പോയിട്ട് പറയണേ, എനിക്കല്ലേ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ, അങ്ങനെ അങ്ങനെയൊക്കെ പറയാനുണ്ട്. ഇന്നലെ ഞാൻ കളിയാക്കിയവരെ ഫ്രണ്ട് ഉണ്ട്, അപ്പൊ ആളടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ 21-ാം തീയതി ബോബി സാറടുത്ത് പോകുന്നുണ്ട്, എന്തെങ്കിലും പറയണോ. അപ്പൊ വലിയൊരു സന്തോഷമാണ്, അത് ഏറ്റവും വലിയ സന്തോഷം അഭിമാനമാണ്. കാരണം ഈ ഒരു ടൈമില് എനിക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആവാൻ പറ്റി എന്നുള്ളത്. നമുക്ക് എപ്പോൾ റാങ്ക് അടിക്കുന്നല്ല, നമ്മൾ റാങ്ക് അടിക്കുന്ന ആ ഒരു ടൈം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്.
ഇന്നത്തെ ഈ ഒരു ദിവസവും, കാരണം ഇന്ന് വരുന്ന ചീഫ് ഗസ്റ്റ് അത്രയും നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ ഒരു ദിവസം ഇവിടെ വരാൻ പറ്റി എന്നുള്ളതും ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ എല്ലാ ലീഡേഴ്സിനും ഒരിക്കലും സ്മൃതി എന്ന് പറയുന്ന ഒരാളെ കഴിവോ കപ്പാസിറ്റി ഒന്നും അല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അതിന് പിന്നിൽ ഒരുപാട് ലീഡേഴ്സുകളുണ്ട്. എല്ലാ ലീഡേഴ്സിനോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രമേ ഉള്ളൂ. ആൻഡ് എക്സ്പെഷ്യലി മൈ മെന്റർ ഗ്രേറ്റ് ലീഡർ മൈ ഷാദ് സാറിനോട് വലിയ ഒരിക്കലും എന്താ പറയാ, ഞാനൊരു എപ്പോഴാണ് റാങ്ക് അടിക്കുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലീഡറാണ്. അപ്പൊ എപ്പോഴെപ്പോഴും ഇങ്ങനെ മെസ്സേജ് ഇതാ അവിടെ എത്തി പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടേ നിൽക്കും. അത്രയും മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു ലീഡറാണ്. സോ സാറിനോട് ഒരു സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയാണ്. എല്ലാ ലീഡേഴ്സിനോടും എസ്പെഷ്യലി മൈ ടീം മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് ആള്. അപ്പൊ എന്റെ എല്ലാ ടീം മെമ്പേഴ്സിനും വലിയ താങ്ക്സ് അറിയിക്കും. മൊമെന്റോ ശരിക്കും എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അപ്പൊ അതെല്ലാം നിങ്ങൾക്കും കൂടി ഇതാണ്. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി വലിയ താങ്ക്സ് പറയുകയാണ്. പിന്നെ ഒരൊറ്റൊരു കാര്യം കൂടി പറയാണ്ട്, ഞാന് നമ്മളെ ഫിജി സ്റ്റോറിന്റെ ഇനോഗ്രേഷൻ നടന്ന സമയത്ത് ഞാൻ അന്ന് സമയത്ത് ജോയിൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനോഗ്രേഷന് നമ്മുടെ അരങ്ങിപ്പാലത്തെ സ്റ്റോർ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പോയി. ഞാൻ മെയിനായിട്ട് ഇനോഗ്രേഷന് പോയത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരാളെ കാണണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിലായിരുന്നു. നമുക്കറിയാം നമ്മുടെ സ്വന്തം ക്രെഡിറ്റ് ആയിട്ടുള്ള അബ്ദുൽനാഥ് സാറ്. അപ്പൊ സാറിന് ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ സാറെ കാണണമെന്ന് വിചാരിച്ചിട്ട് ആണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാനിങ്ങനെ അതിൽ സാറ് വന്നു, അങ്ങനെ സാറിനെ കണ്ടു. ഭയങ്കര ക്രൗഡായിരുന്നു. അതിനുള്ളിൽ കൂടെ ഇങ്ങനെ തിരക്കിലൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നു. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് കൂടെ ഒരാളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ 2 ലീഡേഴ്സും ഉണ്ട് എന്ന് നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്, സാറിനെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവിടെ അടുത്ത് കൂടെ ഒരാൾ പോകുന്നത്. അപ്പൊ ഞാൻ ഇതാരാണ് വിചാരിച്ചു. അപ്പൊ ഒരു മെലിഞ്ഞ് നീണ്ടിട്ടൊരു മനുഷ്യൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാരാണ്, ഇയാളെ ഞാൻ കണ്ടിട്ടും ഇല്ല, അയാൾ പേരും അറിയില്ല. ആളാണെങ്കിൽ വളരെ സൗമ്യമായ രീതിയിൽ വന്ന് സംസാരിക്കുന്നുണ്ട്, കൈയൊക്കെ കൊടുത്തു എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എന്നോട് ഭയങ്കര ഒരു വാത്സല്യത്തോടു കൂടിയാണ് ആൾ സംസാരിക്കുന്നത്. ആ ഒരു 5 മിനിറ്റ് സംസാരിച്ച് നമ്മൾ പോയപ്പോഴത്തേക്കും എന്റെ മനസ്സിൽ ഒരു ഏട്ടൻ പോയ പോലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ ലീഡറോട് ചോദിച്ചു ആളെ പേരെന്താണ്. അപ്പൊ പറഞ്ഞു ആളെ പേര് രഞ്ജുലാൽ എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ അന്ന് അങ്ങോട്ട് പോകുമ്പോ അതുൽ സാറാണ് മനസ്സിലേക്ക് തിരിച്ചു വരുമ്പോ രഞ്ജുലാൽ സാറായത്. അപ്പൊ അത്രയും ഭയങ്കര പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഏട്ടൻ എന്നുള്ളൊരു ഫീലിംഗ് തോന്നിയിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മളെല്ലാരും വലിയേട്ടെന്ന് വിളിച്ചു. രഞ്ജുലാൽ സാർ വരുന്ന ഈ ഒരു വേദിയിലേക്ക് എനിക്കൊരു എന്താ പറയാ മൊമെന്റോ വാങ്ങാൻ പറ്റും. എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ. സാറ് വരുന്ന ഒരുപാട് DOPകളൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് സാറ് വരുന്ന ഏതെങ്കിലും DOPയിൽ മൊമെന്റോ വാങ്ങാൻ പറ്റിയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ നമ്മള് റാങ്ക് സമയത്ത് എന്താണെന്ന് തോന്നും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കൂല എന്ന് പറഞ്ഞ പോലെയാണ്. ഇനിയിപ്പോ എനിക്ക് എന്താ പറയാ, ഞാന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ റാങ്ക് അടിക്കുന്നു. അതേപോലെ രഞ്ജുലാൽ സാറ് എന്തെങ്കിലും ഇതിൽ തന്നെ ആവുമെന്നും വിചാരിച്ചില്ല. സോ അതിന് ഏറ്റവും കൂടുതൽ നന്ദിയൊക്കെ പറയാണ്. ഒരിക്കൽ കൂടി എല്ലാരോടും നന്ദി പറയാണ്. ഇങ്ങനെ ഒരു കൺസെപ്റ്റിന്റെ ഭാഗമാവാൻ കഴിഞ്ഞ ശരിക്കും ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ എന്താ പറയാ, ഇത് ശരിക്കും മൊമെന്റോ മാത്രമല്ല, ഈ ഒരു മൊമെന്റോ എന്ന് പറയുന്നത് ഇതിലെന്റെ കണ്ണീരുണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ പരിഹാസങ്ങള്, ഒരുപാട് കുത്തുവാക്കുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനുപരി ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സന്തോഷങ്ങൾ എടുത്ത് പറയുന്നത് വെച്ചാല് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരു മൊമെന്റോ വാങ്ങിയിട്ടുള്ളത് ഫിജിക്കാളി പുറത്തുനിന്നാണ്. ഓൾ കേരള വീൽ ചെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന നിന്നാണ് എനിക്ക് ബെസ്റ്റ് ബിസിനസ് വുമൺ എന്നുള്ള ഒരു മൊമെന്റോ എനിക്ക് കിട്ടിയത്. ഫിജിക്കാർഡ് ചെയ്തു എന്നുള്ളതിന് മാത്രമായിട്ടാണ് എനിക്ക് ആ ഒരു മൊമെന്റോ കിട്ടിയത്. അതൊക്കെ എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് വിചാരിക്കുന്നത്. ഒരുപാട് അച്ചീവ്മെന്റ്സിലേക്കും കൂടി വരാൻ പറ്റിയിട്ടുണ്ട്. സോ എന്താ പറയാ, ശരിക്കും ഇതിനൊരു സ്റ്റാർട്ടിംഗ് ആണ്, എന്റെ ഒരു വലിയൊരു യാത്രയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. സോ എല്ലാവരോടും ഒരിക്കൽ കൂടി വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരിക്കും കൊച്ചായ സത്യല്ലേ